ഓക്കെ, നമ്മൾ തുടങ്ങാം. പിന്നെന്താ എല്ലാരും വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? എന്തായിരുന്നു നമ്മളെ ഇന്നത്തെ ടോപ്പിക്ക്? ഓർമ്മ ഉണ്ടായിരിക്കെങ്കിലും. ആരോഗ്യം നഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ എന്തെല്ലാം എന്നാണ് ഇന്ന് ടോപ്പിക്കായിട്ട് എടുത്തത്. ഇപ്പൊ ഈ അടുത്ത കാലങ്ങളിലായിട്ട് വല്ലാതെ പല അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളാണ് നമുക്ക് ചുറ്റിലുള്ളത്. സോഷ്യൽ മീഡിയ വളരെയധികം സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്നത്. ടൗണില് പുറത്ത് എവിടെയും കണ്ടില്ലെങ്കിലും വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കാണാതിരുന്നാൽ എല്ലാവരും അന്വേഷിക്കും. അങ്ങനെ ഞാൻ പല ഫ്രണ്ട്സുകളെയും മറ്റു പല വ്യക്തികളെയും ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ എന്താണ് നമ്മളെ കൂടെ ഒന്നും പോരാത്തത്, അല്ലെ കല്യാണങ്ങളിലൊന്നും നിങ്ങളെ കാണുന്നില്ലല്ലോ എന്നിങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് അവര് പറയുന്നത് ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുകയാണ്, അല്ലെങ്കിൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ആണ്. അങ്ങനെ ഓരോരുത്തർ ഓരോ ഹെൽത്ത് ഇഷ്യൂസ് ആണ് പറയാനുള്ളത്. പിന്നെ പനിയായിട്ടും കുട്ടികൾക്കായിട്ടും എല്ലാവർക്കും ഒരു ആരോഗ്യ പ്രശ്നം വല്ലാതെ അലട്ടുന്നുണ്ട് എന്ന് മനസ്സിലായിട്ടാണ് ഞാൻ ഇന്ന് ഈ വിഷയം എടുത്തത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ ആരോഗ്യമില്ലാതെ, ആരോഗ്യം ക്ഷയിച്ച ഒരു അവസ്ഥയിൽ ജീവിക്കേണ്ടി വരുന്നത് എന്ന് ചിന്തിച്ചപ്പം ഒരുപാട് തിരിച്ചറിവുകൾ ഇല്ലാത്തതാണ് നമ്മൾ ഇങ്ങനെ ജീവിക്കേണ്ടി വരുന്നത് എന്ന് മനസ്സിലായി. ഒരുപാട് അറിവുകൾ നമുക്കുണ്ടെങ്കിലും ആവശ്യമുള്ള പല തിരിച്ചറിവുകളും നമുക്കില്ല എന്ന് ജീവിക്കുന്ന ചുറ്റുപാടിൽ നിന്നും മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചു. ഒരുപാട് കാരണങ്ങളുണ്ട് നമ്മുടെ ആരോഗ്യം ക്ഷയിക്കാൻ. ശരിക്ക് ഓരോ വ്യക്തിയും എല്ലാറ്റിനേക്കാളും ഉപരിയായിട്ട് നമ്മുടെ ആരോഗ്യത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് എണീക്കാനും നടക്കാനും പണികൾ ചെയ്യാനും ഒന്നും ആരോഗ്യമില്ലെങ്കിൽ നമ്മൾ തന്നെ ഇങ്ങനെ ചിന്തകൾ വരാൻ തുടങ്ങും. എന്തപ്പം എൻ്റെ അവസ്ഥ, ഞാൻ പറ്റ കിടന്നു പോവോ, എനിക്കിനി ഒന്നും മറ്റുള്ളവരെ പോലെ സന്തോഷിച്ച് ജീവിക്കാൻ കഴിയൂലേ എന്നുള്ള ഒരുപാട് ചിന്തകൾ ആരോഗ്യമില്ലാത്ത ഒരു വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം വേട്ടയാടും. അതിനാൽ മറ്റുള്ളവരുടെ ജീവിതങ്ങളിൽ നിന്നും ഈ വിഷയം പഠിച്ചതിന്റെ അടിസ്ഥാനത്തിലുമാണ് ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. നമ്മുടെ ആരോഗ്യം ക്ഷയിക്കാനുള്ള പ്രധാന കാരണങ്ങൾ ഞാൻ മെയിനായിട്ട് കുറച്ച് പറഞ്ഞുതരാം. ഒന്ന്, നമ്മൾ കുളി. രണ്ടാമത്തേത് ഭക്ഷണം. മൂന്നാമത്തേത് വെള്ളം. നാലാമത്തേത് എക്സസൈസ്. എക്സസൈസ് തന്നെ മെന്റൽ എക്സസൈസും ഫിസിക്കൽ എക്സസൈസും ഉണ്ട്. പിന്നെ അടുത്തത് ഉറക്കം. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളിൽ നമ്മൾ ആരും കെയറല്ല, നമ്മൾ ആരും ശ്രദ്ധിക്കുന്നില്ല. ബാക്കി കാര്യങ്ങൾ ഇത് പറഞ്ഞതിന് ശേഷം ഞാൻ പറയും. അപ്പൊ കുളി ഞാൻ പറയാൻ കാരണം ഞാൻ ചെറിയൊരു സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ വരുന്ന കുട്ടികളിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കുറേ കുട്ടികൾക്ക് പനിയായിട്ടും മഞ്ഞപ്പിത്തായിട്ടും പല ഇഷ്യൂയിലൂടെ രോഗങ്ങളായിട്ട് ലീവ് വരുന്നുണ്ട്. അപ്പൊ ഈ പനിയും ജലദോഷവും ഒക്കെ ഉള്ള കുട്ടികളോട് ഞാൻ ചോദിക്കും, മക്കളെ നിങ്ങൾ എപ്പോഴാ കുളിക്കലെന്ന് ചോദിക്കും. അപ്പൊ അവര് ചിലവർ പറയും ഒന്നട വിട്ട ദിവസം, ഇന്ന് കുളിക്കുകയാണെങ്കിൽ നാളെ കുളിക്കൂല, മറ്റന്നാള്. ചില കുട്ടികൾ പറയും വൈകുന്നേരമാണ് കുളിക്കണത് എന്നുള്ളത്. ഇത് നമുക്ക് ഭയങ്കരമായിട്ട് ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കാനുള്ള കാരണമാവുന്നുണ്ട്. കാരണം ഞാൻ ഈ വിഷയം എൻ്റെ ലൈഫിൽ ഞാൻ കുളിക്കാണ്ട് ഒരിക്കലും നിൽക്കലില്ല. എൻ്റെ കുട്ടികളെയായാലും ഞാൻ നിർബന്ധിച്ച് കുളിപ്പിക്കും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുളിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എന്താ നീരിറങ്ങാന്ന് പറയാം. നമ്മള് പണ്ടേ കേൾക്കുന്നത് അങ്ങനെയാണ്. അതിന് വേറെ വശങ്ങൾ എന്തുകൊണ്ടോ അറിയില്ല. അങ്ങനെ ഇതായിട്ട് നമുക്ക് കഫത്തിന്റെ പ്രയാസം വരും. മൂക്കടപ്പും ജലദോഷവും ഒക്കെ നന്നായിട്ട് വരും. ഞാൻ എൻ്റെ 3 മക്കളിൽ ഒരു കുട്ടി കുളിക്കാൻ കുറച്ച് പ്രയാസമുള്ള മടിയുള്ള ഒരു കുട്ടിയുണ്ട്, ഒരാളുണ്ടെങ്കിൽ. അപ്പോൾ അവന് പൊതുവെ അസുഖങ്ങളൊന്നും ഉണ്ടാവലില്ല. അപ്പൊ ഇടയ്ക്കൊരു ജലദോഷം ഇതൊക്കെ വരുമ്പോൾ ഞാൻ പറയും നിന്റെ കുളി ശരിയായിട്ടില്ല, നീ എനിക്കും വേണ്ടി ബാത്റൂമിൽ കയറി ഇറങ്ങിയതാണ്, നീ കുളിച്ചിട്ടില്ല എന്ന് പറയും. അങ്ങനെ പറയുന്ന ദിവസങ്ങളിൽ പിന്നെ അവനെ പിറ്റേന്ന് പനിക്കും. അങ്ങനെ ഞാൻ തുടർച്ചയായിട്ട് ഇതിങ്ങനെ പറയൽ തുടങ്ങിയപ്പോൾ ഇപ്പം ഒരു വർഷത്തിലധികമായി ഓനെ ആ വിഷയം കാണുന്നില്ല. അവൻ എനിക്ക് മനസ്സിലായി എന്നുള്ളത് അവൻ മനസ്സിലാക്കിയപ്പം കുളി അവൻ കറക്റ്റിൽ കൊണ്ടു നടന്നു. അപ്പൊ ഒരുപാട് കുട്ടികൾക്കൊക്കെ ഇപ്പൊ നമ്മൾ ചെറുപ്പത്തിലേ കേൾക്കുന്നതാണ്, കുളിച്ചാൽ, പനിക്കുന്ന സമയത്ത് കുളിച്ചാൽ പനി അധികമാവും എന്നുള്ളത്.
ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ കേട്ട് വളർന്നു പോകുന്ന ഒരു സംഗതിയാണിത്. ഞാൻ പറഞ്ഞല്ലോ 3 കുട്ടികളെ നമ്മൾ വളർത്തി എന്നുള്ളത്. 2 ഹസ്ബൻഡിന്റെ വീട്ടിലുള്ള സമയത്താണ് 2 കുട്ടികൾ ചെറുതായിരുന്നത്. അന്നേ ഞാൻ ആദ്യത്തിലെ ഈ കുളിന്റെ പഠിച്ചു പോരുന്നുണ്ട്. അപ്പോൾ അവരുടെ മറ്റുള്ളവരുടെ വീട്ടിൽ വെച്ചാവുമ്പോൾ എൻ്റെ വീട് തന്നെയാണ്, പക്ഷെ ഉമ്മയും ഒക്കെ ഉള്ള ഒരു സന്ദർഭമാകുമ്പോൾ പനിക്കുന്ന സമയത്ത് നമ്മൾ കൊണ്ടുപോയി കുളിപ്പിച്ചാൽ തീർച്ചയായും അവരിൽ നിന്ന് പലതും നമ്മൾ കേൾക്കേണ്ടി വരും. അതുകൊണ്ട് 2 അങ്ങനെ പറ്റാണ്ട് ജീവിച്ചു പോന്നു. 3ാമത്തെ കുട്ടി സ്വന്തം വീടായ സമയത്താണ് ഉണ്ടായത്. ആ കുട്ടി ഉണ്ടായത് മുതൽക്ക് എത്ര പനിച്ചാലും ഞാൻ കുളിപ്പിക്കലുണ്ട്. അന്ന് ആ കുളിപ്പിക്കുന്നതോട് കൂടി നല്ല പനിയുള്ളപ്പോഴാണ് നേരിയ ചുടുവെള്ളം എടുക്കും. ആ കുളിപ്പിക്കുന്നതോട് കൂടി അത് സുഖമാവുന്നതായിട്ടാണ് കാണുന്നത്. ഈ ഒരുപാട് ആളുകളിലുള്ള ഒരു വിശ്വാസമാണ് കുളിച്ചാൽ പനിക്കുമ്പോൾ കുളിച്ചാൽ പനി അധികരിക്കും എന്നുള്ളത്. ശരിക്കും നമ്മളിങ്ങനെ കുളിയിൽ പെൻഡിങ് വരുമ്പോൾ നമ്മളെ ശരീരത്തിന് വരുന്ന ഒരു ബുദ്ധിമുട്ടുകളിലൂടെയാണ് നമുക്ക് കൂടുതൽ പനിയായിട്ടും ജലദോഷമായിട്ടും മൂക്കടപ്പായിട്ടും ഒക്കെ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് കൂടുന്നത്. അപ്പോൾ ഞാൻ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിലും മനസ്സിലാക്കിയതും അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ. അതുപോലെ ഭക്ഷണം ശരിക്കും നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടത്. പ്രോട്ടീനും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ അടങ്ങിയ പോഷകമുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ ശരിക്കും കഴിക്കേണ്ടത്. എന്നാൽ അധികം ആളുകളും കേരളീയരാണെങ്കിൽ പ്രത്യേകിച്ചും ചോറ് നന്നായിട്ട് കൂടുതലായിട്ട് കഴിക്കുന്നുണ്ട്. ചില വീടുകളിലൊക്കെ രാവിലെയും ചോറ് നെയ്ച്ചോറാക്കി വെക്കും, പിന്നെ ഉച്ചക്കും ചോറ്, രാത്രിയും ചോറ്. എത്രയോ വീടുകളിലും ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ്, അന്നജം കൂടിയിട്ട് നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇത്തരം സംഗതികളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നമ്മളെ ലൈഫിൽ ആരോഗ്യപരമായിട്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയും. അതുപോലെ വെള്ളം നന്നായിട്ട് കുടിച്ചു കൊടുക്കണം. വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിന് നമുക്ക് എന്ത് പ്രശ്നങ്ങൾ ഉള്ളിലുണ്ടെങ്കിലും അതൊക്കെ വെള്ളം കൊണ്ട് നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ട് നല്ല ആരോഗ്യമുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടും. അധികം ആളുകൾക്കും വെള്ളം കുടിക്കാൻ മടിയാണ്. അതുകൊണ്ടാണ് പല ഇഷ്യൂസിലൂടെയും നമ്മൾ പോവേണ്ടി വരുന്നത്. പിന്നെ എക്സസൈസ്, ഫിസിക്കൽ എക്സസൈസും ഉണ്ട്, മെന്റൽ എക്സസൈസും ഉണ്ട്. ഫിസിക്കൽ എക്സസൈസ് ശരിക്കും ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഫിസിക്കൽ എക്സസൈസ് ചെയ്ത് ശീലിക്കണം. നമ്മുടെ ബോഡിയിലുള്ള ബ്ലഡ് സർക്കുലേഷനും ഒക്കെ ശരീരത്തിനൊക്കെ റിലാക്സ് കിട്ടാനും, അതുപോലെ ഡോപ്പമിൻ അതുപോലത്തെ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കാനും ഒക്കെ നമുക്ക് ഈ എക്സസൈസ് ഉപകാരപ്പെടും. സന്തോഷത്തിന്റെ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കാൻ ഇത് ഉപകാരപ്പെടുന്നുണ്ട്. അതുപോലെ മെന്റൽ എക്സസൈസ് കുറഞ്ഞതാണ് ഓരോ വ്യക്തികളുടെ മനസ്സിലും പല പ്രശ്നങ്ങൾ ഇങ്ങനെ കെട്ടി നിന്ന് അതിൽ നിന്ന് പല ഇമോഷൻസും ഉണ്ടായി പല ബന്ധങ്ങളും തകരുന്നതും പല ജീവിത ചുറ്റുപാടുകളും ഉണ്ടായിത്തീരുന്നതും. അപ്പോൾ മെന്റൽ എക്സസൈസ് എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷൻ. പ്രവാചകൻ ധ്യാനത്തിൽ ഇരിക്കുമ്പോഴാണ് ശരിക്ക് പരിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നത്. അതുപോലെ പല സന്യാസിമാരും ധ്യാനത്തിൽ ഇരിക്കാറുണ്ട്. ശരിക്കും നമുക്ക് എവിടെയോ നഷ്ടപ്പെട്ടു പോയ ഒരു സ്വത്താണ് ഈ മെഡിറ്റേഷൻ എന്നുള്ളത്. ഇതിനെപ്പറ്റി നമ്മൾ ആരും ശ്രദ്ധിക്കുന്നില്ല. എൻ്റെയൊക്കെ മുഴുവൻ ഹെൽത്ത് ഇഷ്യൂസും ഈ 10 വർഷത്തിന്റെ ഇടയിൽ ഞാൻ ഈ മെഡിറ്റേഷനിലൂടെയും നോളജ് വർദ്ധിപ്പിച്ചും EFT ചെയ്തുകൊണ്ടുമാണ് എനിക്ക് തിരിച്ചു കിട്ടിയത്. 10 വർഷം മുന്നേ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ആരാണിത്? അപ്പോൾ നമ്മുടെ ഹെൽത്ത് നമുക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ, ആരോഗ്യം നമുക്ക് നല്ല ഒരു അവസ്ഥയിലേക്ക് ആയി തീരണമെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ശരീരത്തിന് ഭക്ഷണം ഉള്ളതുപോലെ തന്നെ മനസ്സിനും ഭക്ഷണമുണ്ട്. മനസ്സിന്റെ ഭക്ഷണമാണ് നോളജ്, അറിവ്. നല്ല അറിവുകൾ നമ്മളെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് ഒരുപാട് ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും.
ശാരീരികമായിട്ടും മാനസികമായിട്ടും നല്ല ഒരു അവസ്ഥയിലേക്ക്, നിസ്സാര പ്രശ്നങ്ങൾക്ക് ടെൻഷൻ അടിക്കുക, ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾക്ക് പെട്ടെന്ന് ദേഷ്യം വരിക, ഇതൊക്കെ നമ്മളിൽ നിന്ന് ഇല്ലാതാവും അറിവിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ. അതുപോലെ ഇമോഷൻസ് പുറത്തേക്ക് പോക്കുമ്പോഴും നമുക്ക് മെന്റൽ ഹെൽത്ത് സ്ട്രോങ് ആവും. പിന്നെ ശ്രദ്ധിക്കാനുള്ള ഒന്ന് ഉറക്കത്തിനെ പറ്റി ഞാനൊരു വീഡിയോ പിന്നീട് ഇടാൻ തീരുമാനിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോവാണ്. ഉറക്കം നമുക്ക് തന്നത് തന്നെ നമ്മളെ ബോഡിനെ റീകണ്ടീഷൻ ചെയ്യാനാണ്. അതിന് നമ്മളൊക്കെ ഉറങ്ങാൻ കിടന്നാലും ആലോചിക്കും കഴിഞ്ഞു പോയ പലതും, വരാനിരിക്കുന്ന പലതും. ഇതും ആലോചിച്ചാണ് കിടക്കല്. അപ്പോൾ ഉറക്കിന്റെ ഒരു യഥാർത്ഥ ഫലം നമുക്ക് കിട്ടുന്നില്ല. ശരിക്ക് ഉറക്കിന്റെ ഇത് വാല്യൂ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ കിടന്ന് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് നീങ്ങുന്നതെങ്കിൽ നമുക്ക് നല്ല ആ ഉറക്കിലൂടെ തന്നെ നല്ല ഹെൽത്ത് റീകണ്ടീഷൻ ചെയ്ത് പിറ്റേന്ന് എണീക്കാൻ പറ്റും. അതിന് ഇത്തരം അറിവുകളൊന്നും നമുക്കില്ല. ആദ്യം അതിന് നല്ലൊരു ആരോഗ്യം വേണം. എൻ്റെ ആരോഗ്യമാണ് എനിക്ക് വലുത് എന്നുള്ള ചിന്ത തന്നെയല്ല. ഒരു നിസ്സാര ഒരു പനിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേദനകളോ ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ വേഗം ഈ പാരസെറ്റമോളും ഡോളോ ഒന്നും കഴിക്കാൻ നമുക്ക് ഒരു മടിയുമില്ല. ഈ മരുന്നുകളൊക്കെ കെമിക്കലാണ്. ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എന്നാലും സാന്ദർഭികമായിട്ട് പറയാണ്. ഇതൊക്കെ ഓരോ ഇതിൽ ഉണ്ടാക്കി പരീക്ഷണങ്ങൾ നടത്തിയതിന് ശേഷമാണ് നമ്മളെ കൈകളിലേക്ക് എത്തുന്നത്. അത് തന്നെയാണ് ചിലപ്പോൾ നമുക്ക് വേറെ രോഗങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് നമുക്കറിയാൻ പറ്റണില്ല. അപ്പൊ നമ്മൾ കഴിവിന്റെ പരമാവധി ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യം നമുക്ക് നല്ല പോലെ സംരക്ഷിക്കാൻ കഴിയും. അതുപോലെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് മൈൻഡ് ബോഡി കണക്ഷൻ. മനസ്സും ബോഡിയും തമ്മിലുള്ള ബന്ധം. ഇത് ഞാൻ പറഞ്ഞല്ലോ, അറിവിന്റെ അഭാവം നമുക്ക് വലിയ പ്രശ്നം നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുന്നുണ്ട്. അറിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല സന്തോഷമുള്ള സമാധാനമുള്ള ഒരു ലൈഫ് നയിക്കാൻ പറ്റുള്ളൂ. അപ്പം മനസ്സും ശരീരവും തമ്മിലുള്ള ബന്ധം നമ്മൾ എന്താവണം, നമ്മൾ മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ലതായ ഒരു അവസ്ഥയിലേക്ക് നീങ്ങാൻ കഴിയുള്ളൂ. മനസ്സിന്റെ പ്രവർത്തനങ്ങളൊക്കെ മറ്റു വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ബോധമനസ്സ്, ഉപബോധ മനസ്സ്, പ്രധാനമായിട്ടും 3 പ്രവർത്തന രീതികൾ പറയുന്നുണ്ട്. പ്രധാനമായിട്ടും 2 ആക്കിയിട്ടാണ് ഇപ്പൊ പറയുന്നത്. ഞാൻ സംസാരിക്കുന്നു, നിങ്ങൾ കേൾക്കുന്നത് ബോധമനസ്സ്. ഇത് 10% ഉണ്ടാവല്. ഉപബോധ മനസ്സ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഉള്ളിലുള്ള മനസ്സ്. അതായത് ഇപ്പൊ ഞാൻ പറയുമ്പോഴൊക്കെ നിങ്ങളുടെ ഉള്ളിൽ പലതും സംസാരിക്കുന്നുണ്ടാവും. ഇതൊക്കെ ശരിയാണോ? ഈ ഉള്ളിൽ സംസാരിക്കുന്ന മനസ്സാണ് ഉപബോധ മനസ്സ്. അപ്പോൾ നമ്മൾ ചിന്തകൾക്കനുസരിച്ചാണ്, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ എന്തറിവാണോ ഉള്ളിലേക്ക് ചെല്ലുന്നത് അതിനനുസരിച്ചാണ് നമുക്ക് ചിന്തകൾ ഉണ്ടാവല്. നമ്മുടെ ചിന്തകൾക്കനുസരിച്ചാണ് ഈ മനസ്സും ഈ ബോഡിയുടെയും ഒക്കെ പ്രവർത്തനങ്ങൾ കിടക്കുന്നത്. അപ്പൊ നമ്മുടെ നമുക്കൊരു ചിന്ത ഉണ്ടായിട്ടുണ്ടെങ്കിൽ ബോഡി, അതായത് ബ്രെയിന്, നെർവസ് സിസ്റ്റം വർക്ക് ചെയ്യും. അതായത് നെർവസുകൾക്ക്, നാഡീകോശങ്ങൾക്ക് ഈ ഓർഡർ കൊടുക്കുകയും അതിനനുസരിച്ചാണ് നമ്മുടെ ശരീരം പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. പ്രധാനമായിട്ടും 2 നാഡീ സിസ്റ്റമാണുള്ളത്. ഒന്ന് പെരിഫറൽ നാഡീ സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റം. 2 ഓട്ടോണമസ് നെർവസ് സിസ്റ്റം. പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിനും സ്പൈനൽ കോഡുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടുള്ള ഇതാണ് പെരിഫറൽ നെർവസ് സിസ്റ്റം. ഓട്ടോണമസ് നെർവസ് സിസ്റ്റമാണ് നമ്മുടെ മൈൻഡുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇപ്പോൾ പേശികളാണ് കാര്യമായിട്ട് ഉള്ളത്. അതായത് നമ്മളെ ചിന്തകൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന പേശികളുമുണ്ട്, നമ്മുടെ ചിന്തകൾക്ക് അതീതമല്ലാതെ പ്രവർത്തിക്കുന്ന പേശികളുമുണ്ട്. വോളണ്ടറി മസിൽസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ചിന്തകൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന മസിൽസ് ആണ്. ഇൻവോളണ്ടറി മസിൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകൾക്ക് അല്ലാതെ, ചിന്തകളെ കേന്ദ്രീകരിക്കാതെ പ്രവർത്തിക്കുന്ന മസിൽസ് ആണ് ഇൻവോളണ്ടറി മസിൽസ്. അപ്പോൾ ഈ ഇൻവോളണ്ടറി മസിൽസ് ബോഡി മെറ്റാബോളിസത്തിന് അടിസ്ഥാനത്തിലാണ് അത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മളെ മൈൻഡും ബോഡിയും തമ്മിലുള്ള
കണക്ഷൻ മനസ്സിലായെങ്കിൽ മാത്രമേ ഇതിനൊക്കെ എത്രത്തോളം പ്രാധാന്യം നമ്മുടെ ലൈഫിലുണ്ട്, നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ട് ഇതൊക്കെ എത്രത്തോളം കണക്റ്റഡ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതായത് നമുക്ക് എന്തെങ്കിലും ടെൻഷനോ അല്ലെങ്കിൽ സ്ട്രെസ്സോ ഉണ്ടെങ്കിൽ, നമ്മുടെ ലൈഫിൽ നമ്മൾ ഇങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ രണ്ട് മൈൻഡിൽ നിന്നും, അതായത് നേരത്തെ രണ്ട് മനസ്സിനെ പറഞ്ഞല്ലോ, ബോധ മനസ്സ് ഉപബോധ മനസ്സ് എന്നുള്ളത്, ഈ രണ്ട് മൈൻഡിൽ നിന്നും കമാൻഡുകൾ പോകും. ഈ കമാൻഡുകൾ ഓട്ടോണമസ് നെർവസ് സിസ്റ്റത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ നിന്നും ആ കമാൻഡുകൾ ഇൻവോളണ്ടറി മസിൽസിലേക്കാണ് എത്തുന്നത്. വോളണ്ടറി മസിൽസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ചിന്തകൾക്കനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അത് വോളണ്ടറി മസിൽസ്, ഐച്ഛിക പേശികൾ എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഈ കമാൻഡുകൾ സ്ട്രെസ്സോ ടെൻഷനോ ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടാവുന്ന ഇത്തരം കമാൻഡുകൾ എങ്ങോട്ട് പോകും? ഓട്ടോണമസ് നെർവസ് സിസ്റ്റത്തിലേക്ക് പോകും. അപ്പോ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇത് ഓട്ടോണമസ് നെർവസ് സിസ്റ്റമാണ് ഈ ഓർഡർ സ്വീകരിക്കുന്നത്. ഇപ്പൊ എന്താണ് ബോഡി മെറ്റാബോളിസം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാണ്. രണ്ട് തരം പേശികളുണ്ട്, ഐച്ഛിക പേശികളും അനൈച്ഛിക പേശികൾ എന്ന് പറഞ്ഞു. ഐച്ഛിക പേശികൾ എന്ന് പറഞ്ഞാല് നമ്മുടെ ചിന്തകൾക്കനുസരിച്ച് നമ്മളെ പേശികളെ ചലിപ്പിക്കാൻ കഴിയുന്നതിനെയാണ് ഐച്ഛിക പേശികൾ എന്ന് പറയുന്നത്. അനൈച്ഛിക പേശികൾ എന്ന് പറഞ്ഞാല് ഈ അനൈച്ഛിക പേശികളെ കൺട്രോൾ ചെയ്യുന്നത് ബോഡി മെറ്റാബോളിസം ആണ്. അപ്പൊ എന്താണ് ബോഡി മെറ്റാബോളിസം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ലൈഫ് ഫോഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ബോഡി മെറ്റാബോളിസം ആണ്. ഈ ബോഡി മെറ്റാബോളിസത്തിന് നല്ല പങ്ക് ഉണ്ട് നമ്മുടെ ലൈഫ് ഫോഴ്സിനെ കൈകാര്യം ചെയ്യുന്നതിൽ. അതായത് നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് ജീവൻ നിലനിർത്തുന്നത് എന്നും ശരീരത്തിലെ ആന്തരാവയവങ്ങൾ എങ്ങനെ വർക്ക് ചെയ്യണമെന്നും തീരുമാനിക്കുന്നത് ഈ ബോഡി മെറ്റാബോളിസം ആണ്. അതായത് നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ആ ഫുഡിൽ നിന്ന് ശരീരത്തിന് ലഭിക്കേണ്ട എല്ലാ പോഷകങ്ങളും ഫുഡിൽ നിന്ന് വേർതിരിച്ചെടുത്ത് അത് ശരീരത്തിലൂടെ സപ്ലൈ ചെയ്യുന്ന ഓരോ അവയവത്തിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതായത് ഓരോ അവയവങ്ങളിലേക്കും എത്തിക്കുന്ന പ്രോസസ്സാണ് ബോഡി മെറ്റാബോളിസം എന്ന് പറയുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതിൽ നിന്ന് വേണ്ടതും വേണ്ടാത്തതൊക്കെ വേർതിരിച്ച് വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തെ നല്ലൊരു അവസ്ഥയിലേക്ക് എത്തിക്കുക, ആന്തരാവയവങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ധർമ്മം. അതുപോലെ നമ്മുടെ സെല്ലുകളെ റിപ്പയർ ചെയ്യുന്നതിനും നമ്മൾ കഴിക്കുന്ന ഫുഡുകളിലെ പോഷകങ്ങളെ വേർതിരിച്ചെടുത്തിട്ട് ശരീരത്തിൽ എത്തിക്കുകയും കോശങ്ങളെ നശിക്കാതെയും നശിച്ച കോശങ്ങളെ റിപ്പയർ ചെയ്ത് പുതുതായിട്ട് ജനറേറ്റ് ചെയ്യുന്നതിനും ഈ ബോഡി മെറ്റാബോളിസം നമ്മെ സഹായിക്കുന്നുണ്ട്. ഈ ബോഡി മെറ്റാബോളിസം നമ്മുടെ ശരീരത്തിൽ 24 മണിക്കൂറും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ നമ്മുടെ ശരീരത്തിന് വേണ്ട എനർജി സപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ ടയേർഡ് ആയിക്കൊണ്ട് നിൽക്കുന്നത്. ഈ ബോഡി മെറ്റാബോളിസം വീക്ക് ആവുമ്പോൾ നമ്മൾ എന്താവും? നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ എനർജറ്റിക് ആവാൻ നമുക്ക് കഴിയുന്നില്ലല്ലോ. ഇനിയിപ്പോൾ ശരീരവേദന ആയിക്കോട്ടെ, അല്ലെ പനി ആയിക്കോട്ടെ, എന്ത് അസുഖങ്ങൾ വന്നാലും നമുക്ക് ഒന്നും ചെയ്യാനുള്ള ഒരു ഉഷാറ് കിട്ടിയേ ഒരു പണിയെടുക്കാനോ ഒന്നിനൊരു താല്പര്യം ഉണ്ടാവില്ല. അത് ഈ ബോഡി മെറ്റാബോളിസം എന്താവുകയാണ്? വീക്ക് ആവുകയാണ്. അത് ഉഷാറായാലേ ഈ ബോഡി മെറ്റാബോളിസം നല്ല നിലയിൽ വർക്ക് ചെയ്താലാണ് നമുക്ക് എനർജി ഫ്ലോ നല്ല നിലയിൽ ഉണ്ടാവുക. അല്ലെങ്കിൽ എനർജിക്ക് ബ്ലോക്കുകൾ വരും. ഈ ബ്ലോക്കുകൾ വരുമ്പോൾ അത് ശ്വസനം നല്ല നിലയിൽ പോകാൻ സാധിക്കുകയില്ല. ബ്ലഡ് സർക്കുലേഷൻ നല്ല നിലയിൽ ശരീരത്തിലൂടെ
ഓടുകയൊന്നുമില്ല. എന്താവുമ്പോൾ ബോഡി മെറ്റാബോളിസം വീക്ക് ആവുമ്പോൾ. എന്നാൽ ബോഡി മെറ്റാബോളിസം നല്ല നിലയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഒരു തകരാറുമില്ലാതെ പോവുകയാണെങ്കിൽ, നമ്മൾ എനർജറ്റിക്കായി നല്ല ഒരു അവസ്ഥയിൽ, നല്ല ഹാപ്പിനെസ് ഉള്ള ഒരു അവസ്ഥയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഒരുപാട് ഫങ്ഷന് ചെയ്യുന്നുണ്ട് നമ്മളെ ശരീരത്തിൽ ഇത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫുഡ് ദഹിപ്പിക്കുന്നതും ഒക്കെ ഇതാണ്. അപ്പോൾ ഇത് വീക്ക് ആവുന്ന സമയത്താണ് നമുക്ക് പ്രഷർ കൂടുന്നത്. അതുപോലെ ഇത് നല്ല നിലയിൽ വർക്ക് ചെയ്തിട്ടില്ല എങ്കിൽ സന്തോഷത്തിന്റെ ഹോർമോൺസ് ആയിട്ടുള്ള ഡോപ്പമിനും സെറാട്ടോണിനും ഒന്നും നമ്മളെ ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കൂല. സെറാട്ടോണിൻ ഹോർമോൺസിന്റെ ഉൽപാദനം കുറഞ്ഞാൽ നമ്മൾ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകും. അതാണ് അധിക ആളുകളും മനസ്സിന് സന്തോഷമില്ലാതെ ഡിപ്രഷനിലേക്ക് പോകുന്നത്. പിന്നെ ഡിപ്രഷൻ വ്യത്യസ്ത രൂപത്തിലുണ്ട്. ഈ ഡിപ്രഷൻ ചില ആളുകൾ ആത്മഹത്യയിലേക്ക് പോകുന്നത് അവരെ ചിന്തയിൽ വരുന്ന വൈറസുകൾ കാരണമാണ് എന്നാ. അവിടെ ബോഡിയിൽ അത് അപൂർവ ആളുകൾക്ക് അത് ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ളവരാണ് ഈ ആത്മഹത്യനെ പറ്റി ചിന്തിക്കുന്നതും അവരവസരം കിട്ടുമ്പോൾ അത് ചെയ്യുന്നതുമൊക്കെ ഒരു ഇത് വരുന്നുണ്ട് അതിലേക്ക്. എന്താ പറയുക, ബാക്ടീരിയ കടന്നു കൂടിയിട്ടാണ് ഈ ഡിപ്രഷനുള്ള ആളുകൾ ആത്മഹത്യയിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ ഈ ബോഡി മെറ്റാബോളിസം വർക്ക് ശരിയായിട്ടില്ലെങ്കിൽ മൂഡ് സ്വിംഗ് വരും. ഇങ്ങനെയുള്ള ആളുകളിൽ ദുഃഖവും സന്തോഷവും പെട്ടെന്ന് മാറി മാറി വരും. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള മൂഡ് സ്വിംഗ് ആളുകളോടൊക്കെ ഹോർമോൺസ് ലെവൽ ചെക്ക് ചെയ്യാൻ പറയുന്നത്. ഇങ്ങനത്തെ ഇതുള്ളത് കൊണ്ടാണ്. അതുപോലെ ഹോർമോൺസിന്റെ കുറവ്, ഇത് ശരിക്കല്ലെങ്കിൽ നമ്മുടെ ഹോർമോൺസിന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറവ് വരും. അതുപോലെ വിറ്റാമിൻസിന്റെ കുറവിനൊക്കെ കാരണമാകും. സെറാട്ടോണിൻ, ഓക്സിറ്റോസിൻ തുടങ്ങിയ ഹോർമോൺസിന്റെ ഉൽപാദനവും കുറഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ മനസ്സിൽ സന്തോഷം ഉണ്ടാക്കുന്ന ഹോർമോൺസുകൾ ഉൽപ്പാദിപ്പിക്കുന്നില്ലെങ്കിൽ നമ്മുടെ മനസ്സിന് എപ്പോഴും ഒരു അസ്വസ്ഥത ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ എത്രയോ ആളുകൾ പറയുന്ന സംഗതിയാണ്, എല്ലാ സുഖവും ഉണ്ട്, പക്ഷെ എന്താണെന്നറിയില്ല, മനസ്സിന് ഒരു അസ്വസ്ഥത, ഒരു സന്തോഷം ഫീൽ ചെയ്യില്ല, എന്തോ ഒരു പ്രയാസം മനസ്സിന്. അപ്പൊ ഇത് ഒക്കെ നമ്മളെ ബോഡിയിൽ നമ്മൾ അറിയാതെ കൊണ്ട് നടക്കുന്ന പല ഇഷ്യൂസും പല ടെൻഷനും കാരണമായിട്ട് ഇതിൻ്റെയൊക്കെ ഉൽപാദനം, ഹോർമോൺസിന്റെ ഉൽപാദനം കുറയുന്നത് കൊണ്ടാണ് ഇത്തരം അവസ്ഥ അധിക ആളുകളിലും ഫീൽ ചെയ്യുന്നത്. ഇതൊന്നും നമ്മൾ ചിന്തിക്കൂല. ഇതിനൊക്കെ പോവും നമ്മൾ ഡോക്ടർമാരുടെ അടുത്തേക്ക്. എന്നിട്ട് അവർ തരുന്ന മരുന്നും കുടിച്ച്, ഇപ്പൊ ഈ സെറാട്ടോണിനൊക്കെ ഡിപ്രഷനുള്ള ആളുകൾക്കൊക്കെ സെറാട്ടോണിൻ ഹോർമോൺസ് ഉണ്ടാവുന്ന ഗുളികകളാണ് കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ ഹാപ്പി ഹോർമോൺസ് ഒന്നും ഉൽപ്പാദിപ്പിക്കാതെ നെഗറ്റീവ് ഹോർമോൺസ് ആണ് നമ്മളിൽ ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ നമ്മുടെ ഇമോഷൻസിനെ നിയന്ത്രിക്കാൻ പ്രയാസമാവും. ഇങ്ങനെയുള്ള ആളുകളിലാണ് സ്വഭാവ മാറ്റങ്ങൾ വരുന്നത്. ഒരുപാട് ഇഷ്യൂയിലൂടെ പോകുന്ന ആളുകളിൽ സ്വഭാവ മാറ്റം വരും. പക്ഷെ ഇതൊന്നും നമ്മൾ സമൂഹത്തിൽ നിന്ന് ആരുമായിട്ട് പെരുമാറുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഇപ്പൊ എത്രയോ കൗൺസിലിങ്ങിനൊക്കെ വരുന്ന ആളുകൾ ഇവർക്ക് പല വിഷമങ്ങളും ഉള്ളിൽ കൊണ്ട് നടന്ന് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. ചിലപ്പം ഭർത്താവ് ചീത്ത പറയുന്നതായിരിക്കും, അല്ലെ ഭർത്താവിന്റെ ഉമ്മ ചീത്ത പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറയുന്നതായിരിക്കും. എല്ലാ സുഖവും ഉണ്ടാവും. അപ്പൊ ഈ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഉള്ളിലിട്ട് കൊണ്ട് നടന്ന് പിന്നെ ഇവരുടെ സ്വഭാവം അങ്ങോട്ട് മാറുകയാണ്. ഇവരാരോടൊക്കെ എന്തൊക്കെയോ പറയാ. ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇതിന്റെ ഒന്നും കാരണങ്ങൾ എന്താ? ഉമ്മ ഇങ്ങനെ പെരുമാറുന്നു, അല്ലെങ്കിൽ ഇത്താത്ത ഇങ്ങനെ പെരുമാറുന്നു, ഇതാണ് പറയാറുണ്ടാവല്. അപ്പൊ അവരുടെ സാഹചര്യങ്ങൾ എന്താണ് എന്ന് നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല. ഈ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഇമോഷൻസിനനുസരിച്ച്, ഈ ഫീലിങ്സിനനുസരിച്ചാണ് ഓരോ വ്യക്തിയുടെയും ബോഡിയിൽ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ചിന്തകൾക്കനുസരിച്ച് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. അത് പോസിറ്റീവ് ചിന്തകളാണെങ്കിൽ സന്തോഷമുണ്ടാവുന്ന ഹോർമോൺസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യല്. നെഗറ്റീവ് ചിന്തകളാണെങ്കിൽ ദുഃഖമുണ്ടാവുന്ന
അതായത് ഇങ്ങനത്തെ സ്ട്രെസ്സും ഡിപ്രഷനും ഒക്കെ അവസ്ഥയിലേക്ക് നീങ്ങുന്ന ഹോർമോൺസ് ആണ് നമ്മളെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യല്. ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. എന്ത് അസുഖങ്ങൾ വന്നാലും നമ്മൾ നേരെ ആശുപത്രിയിലേക്ക് പോവും. ഏതാണോ നമുക്ക് ഇഷ്ടപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് അവിടേക്ക് പോയിട്ട് നമ്മൾ മരുന്ന് ഇങ്ങനെ കഴിക്കും. അത് തന്നെ ആ കെമിക്കൽ പിന്നെ നമുക്ക് വീണ്ടും പ്രശ്നമായിട്ട് വേറെ അസുഖങ്ങളിലേക്ക് നയിക്കും. അപ്പോൾ ഇങ്ങനെ ഇമോഷൻസിനെ നിയന്ത്രിക്കാൻ പറ്റാതാവുമ്പോൾ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഭാര്യയും ഭർത്താവും തമ്മിലും മാതാപിതാക്കളും മക്കളും തമ്മിലും ഒക്കെ പ്രശ്നങ്ങളിലേക്കാണ് ഇങ്ങനത്തെ അവസ്ഥകൾ നീങ്ങല്. ഇനി നമുക്ക് ഇപ്പൊ ഓരോരുത്തരും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ വ്യത്യസ്ത രൂപത്തിലാണ്. എല്ലാവരും ഒരേ അവസ്ഥയിലുള്ള പ്രശ്നങ്ങളല്ല അഭിമുഖീകരിക്കുന്നത്. വ്യത്യസ്ത രൂപത്തിലുള്ള പ്രശ്നങ്ങളാണ് ഓരോ കുടുംബത്തിന് ബേസ് ചെയ്തുകൊണ്ടുണ്ടാവല്. അധിക പെൺകുട്ടികളും എൻ്റെ അടുത്ത് ഇപ്പോൾ കൗൺസിലിങ്ങിന് വന്ന കേസിൽ പറഞ്ഞത്, എൻ്റെ ഭർത്താക്കന്മാരൊന്നിനും പോരാ, മര്യാദയ്ക്ക് ജോലി ചെയ്ത് കൊണ്ടുവരിക ഒന്നും ചെയ്യൂല, ഉമ്മയും പെങ്ങന്മാര് പറയുന്നതിനനുസരിച്ച് തുള്ളുന്ന ഒരു ഭർത്താവാണ് അറിയും. അല്ലെങ്കിൽ ചില ആളുകൾ അമ്മായിമ്മ മോശമായി പെരുമാറുന്നു, അല്ലെങ്കിൽ മരുമകൾ മോശമായി പെരുമാറുന്നു. വേറൊരു വിഭാഗം ഭർത്താവിന് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് മറ്റുള്ള ആളുകളുമായിട്ട് ബന്ധമുണ്ട്. ചില ആളുകൾ തൻ്റെ കുട്ടി പഠിക്കാൻ മോശമാണ്, ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ടെൻഷൻ അടിക്കണ്. അല്ലെങ്കിൽ മറ്റുള്ളവര് മക്കൾക്ക് കാര്യമായിട്ട് ജോലിയൊന്നുമില്ല, മക്കളൊന്നും പറഞ്ഞത് കേൾക്കുന്നില്ല, ഒരുപാട് പ്രതീക്ഷകൾ വെച്ച് വളർത്തി ഒന്നും ഉപകാരത്തിൽ പെടുന്നില്ല എന്നിങ്ങനെ. അല്ലെങ്കിൽ ഡൈവേഴ്സ് ആയിട്ട് തിരിച്ചു വരിക, ആണായാലും പെണ്ണായാലും. ഇങ്ങനെ വ്യത്യസ്ത രൂപത്തിലാണ് ഓരോരുത്തരുടെ ഉള്ളിലും കൊണ്ടു നടക്കുന്ന പ്രശ്നങ്ങൾ. അപ്പൊ ഈ സ്ട്രെസ്സിനനുസരിച്ച് നമ്മളെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഈ ചിന്തകൾക്കും പ്രശ്നങ്ങൾക്കും അനുസരിച്ച് നമ്മുടെ ബോഡിയിലുള്ള മെറ്റാബോളിസം വർക്ക് ചെയ്യുന്നത് വീക്കാവും. അതുപോലെ ഇങ്ങനെ അവസ്ഥയിലായിരിക്കും നമ്മളിൽ അധിക പേരും ഇതിലേതെങ്കിലും ഒരു പ്രശ്നത്തിലൂടെ ആയിരിക്കും പോകുന്നത്. അതിൻ്റെ ഇടയിലായിരിക്കും എന്തെങ്കിലും ട്രോമകൾ, ചിലപ്പം മരണങ്ങളോ ആക്സിഡന്റുകളോ അല്ലെങ്കിൽ സാമ്പത്തിക കടങ്ങളോ എന്തെങ്കിലും വന്നു ചേരല്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പം എന്താവല്, നമ്മുടെ ശരീരത്തിൽ ഇപ്പൊ പേടിക്കുക ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ അഡ്രിനാലിൻ, കോർട്ടിസോൾ എന്നീ 2 ഹോർമോൺസുകളാണ് ഉൽപ്പാദിപ്പിക്കുക. അതായത് നമ്മൾ നെഗറ്റീവ് ആകുമ്പോൾ, ഇത്തരം സംഭവങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ നെഗറ്റീവ് അവസ്ഥയിലാണ് ഉണ്ടാവല്. അതായത് അഡ്രിനാലിൻ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുക എന്ന് പറഞ്ഞാല് നമ്മൾ പെട്ടെന്ന് പേടിക്കുക. ഒരു ദിവസം എനിക്ക് ഓർമ്മയുണ്ട്, ഒരു പശു എന്നെ പറത്തിച്ചത്. ആ സമയത്ത് ജീവൻ കൊണ്ട് ഓടിയിട്ടുണ്ട്. ആ പശു അതുപോലെ ഒരു കറുത്ത പശുവിനെ, അതും എൻ്റെ ബാക്കിൽ ഭയങ്കര സ്പീഡിൽ ഓടി. ആ സമയത്ത് ഭയങ്കരമായിട്ട് മിടിക്കുകയും ശരീരത്തിന് വിറയൽ വന്ന് കിതപ്പ്, എന്തൊക്കെയോ പ്രയാസങ്ങളാണ് ഈ സമയത്തുണ്ടായത്. അപ്പൊ നമ്മൾ പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ സാധാ അവസ്ഥയിലേക്ക് മടങ്ങിയിട്ടില്ലെങ്കിൽ ഈ അവസ്ഥക്കനുസരിച്ചുള്ള ഹോർമോൺസ് നമ്മളെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യും. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഈ അഡ്രിനാലിൻ എന്ന ഹോർമോൺസ്, ഇത് ആവശ്യത്തിന് വേണം നമുക്ക്. ഈ അഡ്രിനാലിൻ എന്ന ഹോർമോൺസ് ഇത് ഓവറായിട്ട് ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, കോശങ്ങളിലും അവിടെയൊക്കെ നിന്നിട്ടാണ് നമുക്ക് ശരീരത്തിന് വേദനകൾ ഉണ്ടാവുന്നത്. പിന്നെ ഈ സ്ട്രെസ്സിലൂടെ പോകുമ്പോഴും ഈ രൂപത്തിലുള്ള ഹോർമോൺസുകളാണ് നമുക്ക് ഉൽപ്പാദിപ്പിക്കുക. അതുപോലെ കോർട്ടിസോൾ എന്ന ഹോർമോൺസ് നാച്ചുറലി നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോൺസ് ആണ്. ഇത് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെട്ടാൽ എന്താണ് സംഭവിക്കുക? നമ്മുടെ മെറ്റാബോളിസം വീക്കാവും. ഇത് ഈ കോർട്ടിസോൾ എന്ന ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ എപ്പോഴാണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് അറിയോ? എപ്പോഴെല്ലാം നമ്മൾ സ്ട്രെസ്സിലേക്ക് പോകുന്നുവോ അപ്പോഴൊക്കെ നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ എന്ന ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കും. അഡ്രിനാലിൻ എന്നുള്ളത് നമുക്ക് പേടിക്കുക, നമ്മൾ ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് എത്തിപ്പെടുമ്പോഴാണ് ആ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നത്. നാച്ചുറലി നമ്മളെ ബോഡിയിൽ കോർട്ടിസോൾ ആണ് ഉണ്ടാവല്. അപ്പൊ നമ്മള് നാച്ചുറലി മീൻസ് നമ്മൾ സ്ട്രെസ്സോ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മളെ മനസ്സിലൂടെ കൊണ്ട് നടക്കുന്ന സമയത്ത് ഈ കോർട്ടിസോൾ എന്ന ഹോർമോൺസ് ആണ് ഉൽപ്പാദിപ്പിക്കുക. ഇത് കിഡ്നിയിലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്.
ഇത് അമിതമായി ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ നമ്മുടെ ശരീരം ഓട്ടോമാറ്റിക്കലി ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് അവസ്ഥയിലേക്ക് പോകും. ഈ അവസ്ഥയിൽ നമ്മൾ എത്തുമ്പോൾ ബോഡിയുടെ ഫങ്ഷൻസ് സ്ലോ ആവും. അതായത് ബോഡി മെറ്റാബോളിസം സ്ലോ ആയിട്ട് വർക്ക് ചെയ്യും. സ്ട്രെസ് ഉള്ള സമയത്ത് ഈ രൂപത്തിലാണ് കാര്യങ്ങൾ നീങ്ങല്. ബോഡിയുടെ ഫങ്ഷൻസ് വീക്ക് ആവുമ്പോൾ, വല്ലാതെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് അയാൾ എത്തിക്കഴിഞ്ഞാൽ, ചില ആളുകൾക്ക്, ഏതെങ്കിലും വ്യക്തികൾ ഇങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ ചില ആളുകൾക്ക് പാനിക് അറ്റാക്ക് വരും. പേടി വരുമ്പോൾ വേദന ഉണ്ടാകുന്നതിനാണ് ഇങ്ങനെ പാനിക് അറ്റാക്ക് എന്ന് പറയല്. അപ്പം മറ്റേ അറ്റാക്കാണ് ഏതാന്ന് തിരിച്ചറിയില്ല, അതും ഇവര് പേടിക്കും. അപ്പോൾ ചില ആളുകൾ ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ എന്താവും, പേടിച്ച് വിറച്ച് ബോധം പോകും. ചില ആളുകൾ നോർമലി, മറ്റു ഒരു വിഭാഗത്തിന് നോർമലി പല പ്രശ്നങ്ങൾക്കും ഇത് കാരണമാവും. എന്നാൽ തുടർച്ചയായിട്ട് സ്ട്രെസ്സിലൂടെ പോയാൽ ബോഡിയിൽ പല അസുഖങ്ങളും ഉണ്ടാവുന്നത് ഈ തുടർച്ചയായിട്ട് പോകുന്നത് കൊണ്ടാണ്. ഇങ്ങനെയുള്ള ആളുകൾക്ക് നേരിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ മതി, അവരിങ്ങനെ ടെൻഷൻ ആയിക്കൊണ്ടേയിരിക്കും. ഭൗതികമായിട്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും, വലിയ വീടുണ്ടാവും, കാറുണ്ടാവും, മക്കളൊക്കെ നന്നായി നോക്കുന്ന മക്കളായിരിക്കും. പക്ഷെ എന്തുണ്ടായിട്ടെന്താ, ഉള്ളില് അസ്വസ്ഥമായിട്ടുള്ള അവസ്ഥയായിരിക്കും ഉണ്ടാവല്. അതിന്റെ കാരണം നമ്മൾ അറിയാതെ നമ്മൾ കൊണ്ട് നടക്കുന്ന പല നിസ്സാര പ്രശ്നങ്ങൾ തൊട്ടുള്ള ചിന്തകളായിരിക്കും. ഇപ്പോൾ ഏതൊരാൾ പറഞ്ഞിട്ടുണ്ട്, മക്കളെ തൊട്ടൊക്കെ ചിന്തിക്കുമ്പോൾ, മക്കൾ വിദേശത്തും അടിപൊളിയൊക്കെ ആയിരിക്കും, ഇവരെയൊക്കെ തൊട്ട് ചിന്തിക്കുമ്പം ഉള്ളിലൊരു ബേജാറ് വരുന്നു. ഇങ്ങനെ ഇതൊക്കെ നമ്മൾ ചിന്തിച്ച് നമ്മൾ ഉണ്ടാക്കി കൂട്ടുമ്പോൾ നമ്മളെ ആരോഗ്യമാണ് പണയം വെക്കുന്നത്. എന്നിട്ട് നമ്മൾ വേദനയ്ക്ക് പല മരുന്നായിട്ടും എക്സസൈസ് ആയിട്ടും പലതും ചെയ്യും, പക്ഷെ വേദന ബാക്കോട്ട് അടിക്കൂല. അപ്പോൾ യഥാർത്ഥ തിരിച്ചറിവാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. കാരണം ഇത്തരം പ്രശ്നങ്ങളൊക്കെ എൻ്റെ മനസ്സിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ എനർജി, എൻ്റെ ഉള്ളിലുള്ള ഈ ബോഡി മെറ്റാബോളിസം വർക്ക് ചെയ്യാൻ അതിന് സാധിക്കൂല. എൻ്റെ എനർജി കേടുവരും. അതിലൂടെ ഞാൻ എന്നെ തന്നെയാണ് നശിപ്പിക്കുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. ഇപ്പൊ നമ്മൾ ഒരുപാട് വിഷയത്തിൽ ടെൻഷൻ അടിച്ച്, ഞാനും ഒരു 10 വർഷം മുന്നേ, മനസ്സിനെ പറ്റി പഠിക്കുന്നതിന് മുന്നേ ഞാനും ഇതേ സ്വഭാവത്തിലുള്ള ഒരു വ്യക്തിയായിരുന്നു കേട്ടോ. പിന്നെ ഉള്ളിലുള്ള എനർജിയെ, മനസ്സിനെ പറ്റി പഠിച്ചപ്പോഴാണ് ഒരുപാട് തിരിച്ചറിവുകൾ കിട്ടിയത്. നമ്മൾ തന്നെയാണ് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കുന്നതെന്നുള്ളതും, നമുക്ക് പല പ്രശ്നങ്ങളും നമ്മളുടെ ചിന്തകൾ കാരണമാണ് വരുന്നതെന്നൊക്കെ മനസ്സിലായത് ഈ പഠനത്തിലൂടെയാണ്. ഇത് പഠിച്ചതിന് ശേഷമാണ് ഈ 10 വർഷം എനിക്ക് ഒരു മരുന്ന് ഉപയോഗിക്കേണ്ട അവസ്ഥയിൽ എത്തിയില്ല. അതുകൊണ്ടാണ് ഇത് സമൂഹത്തിന് കിട്ടണം, എനിക്ക് ശരിയാണ് എന്ന് ഉത്തമ ബോധം ഉള്ളത് കൊണ്ടാണ് ഇത് എന്നെപ്പോലെ എല്ലാവരും നല്ലൊരു അവസ്ഥയിലേക്ക് എത്തണം. നമുക്ക് ശരീരത്തിൽ എവിടെയെങ്കിലും വേദന അല്ലെ മറ്റു വല്ല പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയൂല, ഇരുന്നോടത്ത് എണീക്കാൻ പറ്റാതാവുക. അപ്പോഴൊക്കെ നമ്മുടെ ചിന്ത അറിയാതെ ഞാൻ രോഗിയാവുകയാണോ, എൻ്റെ ഹെൽത്ത് എന്താണ് ഇങ്ങനെ, എനിക്ക് ഇനി പൂർണ്ണ ആരോഗ്യം തിരിച്ചു കിട്ടൂലേ എന്നിങ്ങനെയുള്ള പല ചിന്തകളും വീണ്ടും നമ്മളെ മനസ്സിലുണ്ടാവും. അത് നമ്മളെ കൂടുതൽ കൂടുതൽ രോഗത്തിലേക്ക് നയിക്കാന്നല്ലാതെ നമ്മൾ ഒരിക്കലും തിരിച്ച് ഇങ്ങോട്ട് വരില്ല. ഇങ്ങനെയാണ് ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും വേദനയും കാര്യങ്ങളുമായിട്ട്, 40 വയസ്സാകുമ്പോഴത്തേക്കാണല്ലോ പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരിക. 20-25 വല്ല പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, കല്യാണം കഴിഞ്ഞ ഉടനെയാണ്. നമ്മളെ ബോഡിക്കും ഹെൽത്ത് ഉണ്ടാവും, മൈൻഡിനും ഹെൽത്ത് ഉണ്ടാവും. പിന്നെ മക്കളിലൂടെയും മരുമക്കളിലൂടെയും ഭർത്താക്കന്മാരിലൂടെയും ഒക്കെ പലതും നേരിടേണ്ടി വരുമ്പോഴാണ് ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാവല്. അപ്പോഴാണ് സ്ട്രെസ്സും ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഉണ്ടായി വരുന്നത്. ഇതിന്റെയൊക്കെ വകഭേദങ്ങളാണ് ഡിപ്രഷൻ എന്ന അവസ്ഥയിലേക്കൊക്കെ എത്തുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ശാസ്ത്രലോകം 90% രോഗങ്ങളും സൈക്കോസൊമാറ്റിക് ആണെന്ന് പറയാൻ കാരണം. എത്രയോ വ്യക്തികളുണ്ട് ഡോക്ടറെ കാണിച്ചിട്ട് റിസൾട്ട്, എല്ലാ റിസൾട്ടും ചെയ്തിട്ടുണ്ടാവും, എല്ലാ ടെസ്റ്റും നടത്തിയിട്ടുണ്ടാവും, റിസൾട്ട് അല്ല, എല്ലാ ടെസ്റ്റും നടത്തിയിട്ടുണ്ടാവും, പക്ഷെ അതിലൊന്നും ഒന്നും കാണൂല.
കാരണം എന്താണ്? സൈക്കോസൊമാറ്റിക് ഡിസീസാണ്. മനസ്സിന്റെ അറിയാതെ കൊണ്ട് നടക്കുന്ന പല പ്രശ്നങ്ങളിൽ നിന്നും ഉണ്ടാവുന്ന ചിന്തകൾ കാരണമായിട്ട് ഉണ്ടാവുന്ന രോഗങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ നമ്മളിങ്ങനെ പല ഇഷ്യൂസിലൂടെയും കടന്നു പോകുമ്പം, നമ്മുടെ മനസ്സിലൂടെ പല സംഗതികളും ഉണ്ടാവുമ്പം നമ്മുടെ ശരീരത്തിന് അസുഖങ്ങളെ പ്രതിരോധിക്കാനുള്ള ശക്തി കുറയും. നമ്മുടെ ശരീരത്തിൽ പ്രകൃതിയാ തന്നെ സർവശക്തൻ, നമ്മളെ ഈ പ്രപഞ്ചത്തിലേക്ക് വിട്ടിട്ടുള്ള ആ ശക്തൻ എന്ത് തന്നിട്ടുണ്ട്? രോഗപ്രതിരോധ ശേഷി തന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ചെറുപ്പം മുതൽക്കേ നമ്മുടെ പാരൻസിൽ നിന്നും കാണുന്നത് എല്ലാത്തിനും ഗുളികയും മരുന്നും കുടിക്കുന്നതാണ്. അപ്പൊ നമ്മളും ചിന്തിക്കും, എന്തോ ഒരു പനി അടുത്തുകൂടെ ഉണ്ടാകുമ്പോഴത്തേക്ക് ഓടണം മരുന്ന് കുടിക്കാൻ എന്നുള്ളത്. അങ്ങനെ ആവുമ്പോ എന്താവും? നമ്മുടെ ഈ പ്രതിരോധ ശേഷിനെ തകർക്കുകയാണ്. നമുക്ക് കൂടുതൽ പിന്നെ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം വരുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ രോഗങ്ങളിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെ ആരോഗ്യം ക്ഷയിച്ച് നമ്മൾ ഓരോ അവസ്ഥയിലേക്ക് എത്തിപ്പെടും. അപ്പോൾ നമുക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ സ്ട്രെസ് ഹീൽ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന ഇഷ്യൂ എന്താണോ അത് EFTയിലൂടെ, ഇമോഷൻ ഫ്രീഡം ടെക്നിക്കിലൂടെ നമുക്ക് ഹീൽ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ തന്നെ, ഞാൻ ഇപ്പൊ കുറെ കാലം ഇതൊക്കെ കൊണ്ട് നടന്ന് എനിക്കിപ്പോ എന്തേ അതിനോട് ലാഭം ഉണ്ടായി, കുറെ വേദനകൾ ഹോൾസെയിലായിട്ട് കിട്ടി എന്നല്ലാതെ എന്താ ഇപ്പൊ മെച്ചുണ്ടായത്? ഹസ്ബൻഡും നന്നായില്ല, മക്കളും നന്നായില്ല, മരുക്കളും നന്നായില്ല, ഞാനും നന്നായില്ല. ഇങ്ങനെ മാറി ചിന്തിക്കുമ്പോൾ ഇനി ഞാനൊന്ന് മാറി നോക്കട്ടെ, എൻ്റെ ഉള്ളിൽ ഞാൻ മാറ്റം വരുത്തട്ടെ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഈ സ്ട്രെസ്സും ഈ ഇതൊക്കെ നമുക്ക് തരണം ചെയ്യാൻ കഴിയും. അപ്പൊ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് നെഗറ്റീവ് ചിന്തയാണ് വരല്. പോസിറ്റീവ് ചിന്ത ഒരിക്കലും വരാൻ കഴിയൂല. എന്നിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമത്തിലാവും. അപ്പൊ നമ്മൾ നെഗറ്റീവ് ആവുമ്പോൾ നമുക്ക് മറ്റുള്ളവരോടൊക്കെ നെഗറ്റീവിലൂടെ പെരുമാറാൻ കഴിയുള്ളൂ. ഹലോ, എന്തേ പോയി സംഭവിച്ചു? ഹലോ, ഓക്കെ. ഞാനേ ഇത് എന്തോ സംഭവിച്ചോന്ന് തോന്നിയതായി പോയി. എന്താ പറഞ്ഞത്? നമ്മൾ സ്ട്രെസ്സിലൂടെ പോകുമ്പോ നമ്മുടെ ചിന്തകൾ നെഗറ്റീവ് ആവും അല്ലെ? അപ്പൊ നമ്മൾ ഇങ്ങനെ ആ വിഷയം ആലോചിച്ച് നമ്മൾ വീണ്ടും വീണ്ടും പ്രശ്നങ്ങളിലേക്ക് പോകും. അപ്പൊ നമ്മളെ ബോധ മനസ്സ് കൊടുക്കുന്ന നിർദ്ദേശത്തിനനുസരിച്ചാണ് നമ്മളെ ഉപബോധ മനസ്സ് പിടിച്ചെടുക്കുക. ഇത് ഈ സംഗതി നമ്മുടെ ഓട്ടോണമസ് നെർവസ് സിസ്റ്റത്തിലേക്ക് പോകും. അങ്ങനെ അവിടെ നിന്നും വീണ്ടും കമാൻഡുകൾ പോവും. ബോഡി ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലേക്ക് കോർട്ടിസോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തും. ഇത് മെറ്റാബോളിസത്തെ ബാധിക്കുന്നു. ഈ മെറ്റാബോളിസത്തെ ബാധിക്കുമ്പോൾ
ഇങ്ങനെ ബാധിച്ചാൽ പണ്ടെന്നോ ഉണ്ടായ ഒരു ഇൻസിഡന്റ് ആയിരിക്കും, ഒരു സംഭവമായിരിക്കും നമ്മളെ ജീവിതത്തിൽ. അത് നമുക്ക് നന്നായി വേദനിച്ചിട്ടുണ്ടാവും. അതിലെ ആ വിഷമം കാരണം നമുക്ക് എനർജി ബ്ലോക്കുകൾ ഉണ്ടായിട്ടുണ്ടാവും. അത് ആ ഇപ്പോ എൻ്റെ ഒരു വർഷങ്ങൾ, ഇപ്പൊ 4-5 വർഷങ്ങൾക്ക് മുന്നെയാണ് എനിക്ക് വേദനിപ്പിച്ച ഒരു അനുഭവം ഉണ്ടായതെങ്കിൽ അത് എൻ്റെ മെമ്മറിയിലുള്ള സെല്ലുകളെ എൻ്റെ സെല്ലുലാർ മെമ്മറിയിൽ അത് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഇത്രയും വർഷങ്ങൾക്ക് മുന്നുണ്ടായിട്ടുള്ള ഈ അനുഭവം, ആ വിഷമിപ്പിക്കുന്ന ഓർമ്മ അവിടെ സ്റ്റോർ ആക്കപ്പെടും, എൻ്റെ സെല്ലുലാർ മെമ്മറിയിൽ സ്റ്റോർ ആക്കപ്പെടും. അങ്ങനെ സ്റ്റോർ ചെയ്യുന്നത് കൊണ്ടാണ് അത് എനിക്ക് ഓർക്കുമ്പോൾ തന്നെ വേദന അനുഭവിക്കുന്നത്. ഇത് എൻ്റെ സെല്ലുകളുടെ ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുന്നു. എൻ്റെ ശരീരത്തിലുള്ള പിന്നീട് എപ്പോഴെങ്കിലും സ്റ്റോർ ആയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവുകയോ ചിന്തിക്കുകയോ ചെയ്യുമ്പോൾ വീണ്ടും സെല്ലുകളുടെ ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുന്നു. അതിലൂടെ ബോഡി മെറ്റാബോളിസം വീക്ക് ആകുന്നു. എന്നിട്ട് വീണ്ടും എനർജി ബ്ലോക്ക് ഉണ്ടാകുന്നു. അങ്ങനെ വീണ്ടും ഇപ്പൊ വർഷങ്ങൾക്ക് മുന്നുള്ള അനുഭവമായിരിക്കും, കുറെ വർഷങ്ങൾക്ക് ശേഷം സെയിം അനുഭവം വീണ്ടും ഉണ്ടായി. അപ്പൊ അന്ന് സ്റ്റോർ ആയത്, സെല്ലുലാർ മെമ്മറി സ്റ്റോർ ആക്കപ്പെട്ട ആ അനുഭവം അന്ന് എന്തായിട്ടുണ്ട്, എൻ്റെ എനർജിനെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്. അതൊക്കെ അന്ന് ഈ രൂപത്തിലുള്ള ഹോർമോൺസ് ഒക്കെ പ്രൊഡ്യൂസ് ആയിട്ടുണ്ട്. പിന്നെ വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും അതേ അനുഭവങ്ങൾ ഉണ്ടായതെങ്കിൽ അതും സ്റ്റോർ ചെയ്യപ്പെടും. അങ്ങനെ ആദ്യത്തെ അനുഭവം ഹീൽ ചെയ്തിട്ടില്ല എങ്കിൽ, ഹീൽ ചെയ്താൽ പിന്നെ അത് പ്രശ്നം ഉണ്ടാവില്ല, നമ്മളെ മനസ്സിൽ നിന്നത് പോവും, ഈ സെല്ലുലാർ മെമ്മറിയിൽ നിന്നത് പുറത്തേക്ക് പോവും. അതാണ് EFTയിലൂടെ ചെയ്യുന്നത്. ഇത് ആദ്യം നമ്മൾ EFT ചെയ്ത്, അതായത് നമ്മൾ ആ ഇമോഷൻസിനെ പോക്കിയിട്ടില്ല എങ്കിൽ വീണ്ടും ഇത്തരം അനുഭവങ്ങൾ വരുമ്പം അതിലേക്ക് കണക്റ്റഡായി നമ്മളൊരു മെന്റൽ പാറ്റേൺ ആയിട്ട് മാറും. ഇപ്പൊ എൻ്റെ ഒരു അനുഭവം പറഞ്ഞുതരാം. എനിക്ക് എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ, എല്ലാവരും സാധാരണ ഭാര്യയും ഭർത്താക്കന്മാരും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുമല്ലോ, അതുപോലെ എന്നെയൊക്കെ ചീത്ത പറയുന്ന സമയത്ത് വർഷങ്ങൾക്ക് മുന്നുള്ള അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു തീരുമാനത്തിലേക്ക് എത്തും. ഈ ഒരു സംഭവം ഉണ്ടാകുമ്പോഴേക്ക് ഇപ്പം എനിക്ക് ചീത്ത കേൾക്കും, അഥവാ നമ്മൾ വിചാരിച്ച മാതിരി തന്നെ വീണ്ടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതന്നെയാണല്ലോ വർഷങ്ങൾക്ക് മുമ്പുണ്ടായത്, അത് ഞാൻ എൻ്റെ മെമ്മറിയിൽ നിന്ന് പോക്കാത്തത് കൊണ്ടാണ് അത് ഇതിലേക്ക് കണക്റ്റഡായി നമുക്കൊരു പാറ്റേൺ ഉണ്ടായിത്തീരുന്നത്. അങ്ങനെയാണ് നമുക്കൊരു ബിലീഫ് സിസ്റ്റം ഉണ്ടാവുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മളോട് മോശമായി പെരുമാറുന്ന ആളുകൾ നമ്മുടെ ചുറ്റിലും ഉണ്ടാകുമ്പോൾ നമ്മൾ തീരുമാനിക്കും, ഇനി അയാൾ ശരിയാവൂല, അല്ലെങ്കിൽ എൻ്റെ മക്കൾ നന്നാവൂല, അല്ലെ എൻ്റെ ഭർത്താവ് നന്നാവൂല. ഇങ്ങനെ ഒരു മെന്റൽ പാറ്റേൺ, ബിലീഫ് സിസ്റ്റം രൂപപ്പെടും. ഈ രൂപത്തിലൂടെയാണ് നമ്മളെ ലൈഫ് ഇങ്ങനെ പോകുന്നത്. എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ്. പിന്നീട് നമ്മുടെ ജീവിതത്തെ നയിക്കുന്നത് അതാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഈ അനുഭവങ്ങൾ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ചുറ്റിലുമുള്ളവരോട് പെരുമാറുന്നത്. അപ്പോൾ നമ്മളോട് മോശമായി പെരുമാറുന്ന ആളുകളാണെങ്കിൽ ആ മോശമായതിനെ സ്നേഹിക്കാൻ നമ്മൾ പഠിക്കുന്നില്ല. നമ്മളെല്ലാവരും പണത്തെ സ്നേഹിക്കുന്നു, ഭംഗിയെ സ്നേഹിക്കുന്നു, നല്ല ആഡംബര ലൈഫിനെ നമ്മൾ സ്നേഹിക്കുന്നു. എന്നാൽ ഒന്നുമില്ലാത്തവനെ, നമ്മളോട് മോശമായി പെരുമാറുന്നവനെ നമ്മൾ സ്നേഹിക്കാൻ പഠിക്കുന്നില്ല. അങ്ങനെ നമ്മൾ പഠിക്കുമ്പോഴേ നമ്മുടെ ലൈഫിൽ മിറാക്കിൾ സംഭവിപ്പിക്കാൻ കഴിയുള്ളൂ. നമ്മളോട് മോശമായി പെരുമാറുന്നവരെ നമുക്ക് സ്നേഹിക്കാൻ കഴിയണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഒരു സമാധാനമുള്ള, സന്തോഷമുള്ള ഒരു ലൈഫിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതുപോലെ രൂപപ്പെട്ടു വന്നിട്ടുള്ള ഈ ബിലീഫ് സിസ്റ്റമാണ് പിന്നെ നമ്മുടെ ജീവിതത്തെ നയിക്കുന്നത്. പിന്നീട് മെന്റൽ പാറ്റേൺ ആയിട്ട് വരുന്നതും ഇതാണ്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പല ആളുകളും പല രോഗങ്ങളിലൂടെ പോവേണ്ടി വരുന്നത്. അപ്പൊ അധിക ആളുകളും അനുഭവിക്കുന്ന രോഗങ്ങളാണ് അസിഡിറ്റി എന്നുള്ളത്. അപ്പോൾ അതിന് നമ്മൾ അതേ നമുക്കൊരു ഒരു സിസ്റ്റം ഉണ്ടാവില്ല. നമ്മൾ സമൂഹത്തിൽ ഏത് വ്യക്തിയും ജീവിക്കുന്ന ഒരു സമൂഹത്തിന് ആ സമൂഹം ബേസ് ചെയ്തുകൊണ്ടുള്ള പല ആചാരങ്ങളും പല സംസാരങ്ങളും ഉണ്ടാവും.
അപ്പോൾ ചില ഭക്ഷണങ്ങൾ പറ്റൂല, അത് വയറിന് കേടാണ്. പൊടി തട്ടിയാൽ നമുക്ക് അലർജി വരും. മഴ കൊണ്ടാൽ പനിക്കും. ഇങ്ങനെ നമ്മളെ ഉപബോധ മനസ്സ് പിടിച്ചെടുത്ത് പല സംഗതികളുമുണ്ട്. അപ്പോൾ നമ്മളിപ്പോ ഇപ്പൊ പരിപ്പ് കൂട്ടിയാൽ ഗ്യാസ് വരും. അധികം ആൾക്കാർ പറയുന്ന സംഗതിയാണ് ഉരുളക്കിഴങ്ങും പരിപ്പൊക്കെ കൂട്ടിയാൽ. അപ്പൊ നമ്മുടെ മൈൻഡിലേക്ക് അത് സംഭവം പോയി കിടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നമ്മളൊരു ദിവസം അത് അതിന്റെ കറി കൂട്ടി എന്നിട്ട് നമുക്കൊരു വയറുവേദനയോ എന്തോ വന്നാൽ അത് കൂട്ടിയിട്ടാണ്, അത് നമുക്ക് പറ്റൂല. അപ്പൊ അതിന്റെ മുന്നേ സംഭവം അവിടെ സ്റ്റോറായി കിടക്കുന്നുണ്ട്. അതിലേക്കാണ് ഈ സംഗതികളൊക്കെ പിന്നെ പോകുന്നത്. ഒരിക്കലും നമുക്കൊരു അനുഭവം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് വരുമ്പോഴും അതിലേക്ക് കണക്റ്റഡ് ആയിക്കൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ നീക്കല്. അധികം ആളുകളും ഇതുകൊണ്ടാണ് ഇന്ന ഭക്ഷണം പറ്റൂല, ഇന്ന ഭക്ഷണം പറ്റും എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. പക്ഷേ ഇതിന്റെയൊക്കെ പിന്നില് നേരത്തെ പറഞ്ഞതുമാതിരിയുള്ള പല സംഭവങ്ങളും നമ്മുടെ മനസ്സിലൂടെ ആരും അറിയാതെ കൊണ്ടു നടക്കുന്ന പല ഇഷ്യൂസും ആണ് പ്രവർത്തിക്കുന്നത്. ഇത് പുറത്തേക്ക് പോക്കാനുള്ള ഒരറിവും നമുക്കില്ല. നമ്മളെല്ലാത്തിനും മരുന്ന് കുടിച്ച് കുടിച്ച് നമ്മുടെ ശരീരത്തെ ഒന്നുമല്ലാത്തൊരവസ്ഥയിലേക്ക് ആക്കാനാണ് നമ്മൾ പഠിച്ചത്. ഈ 10% നമുക്ക് രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉള്ള അവസ്ഥയിലാണ് 10% നമുക്ക് സാധ്യത ഉള്ളൂ. എന്നിട്ടാണ് നമ്മൾ ഇത്രയും മരുന്നുകൾ കഴിച്ച് നമ്മുടെ ശരീരത്തെ ഒന്നുമല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചത്. ഇപ്പോ ഈ തന്നെ ഉണ്ട് ഒരു വ്യക്തി ബാക്ക് പെയിൻ ആയിട്ട് പല അസുഖങ്ങൾ കാരണമായിട്ടും ഒരുപാട് മരുന്നുകൾ കഴിച്ച് ഒരു ദിവസം എന്നോട് വിളിച്ചപ്പോ പറഞ്ഞ്, ഞാൻ 5 ദിവസം ഈ കോയലിട്ട് പരിശോധിച്ചതിന് ശേഷം 5 ദിവസം ഞാൻ പനിച്ച് കിടന്നിട്ടുണ്ട്. എന്നിട്ടും ഒരുപാട് മരുന്നുകൾ കുടിച്ചിട്ടും ബാക്ക് പെയിൻ മാറിയിട്ടില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ വിളിച്ച് കുറേ സമയം സംസാരിച്ചു. അപ്പൊ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ട് വേറൊരാളെ ക്ലാസ്സും ഇട്ടുകൊടുത്തു. ഞാൻ പറയുന്ന സെയിം കാര്യം തന്നെ പറയുന്ന ഒരു സാറെ ക്ലാസ് ഇട്ടുകൊടുത്ത്. പിറ്റേന്ന് രാവിലെ ആ വ്യക്തി പറയാണ്, എൻ്റെ ബാക്ക് പെയിൻ പോയി. ഇതൊക്കെ ഉണ്ടായ അനുഭവങ്ങളാണ്. അപ്പോൾ ആ വ്യക്തിക്ക് തിരിച്ചറിവ് കിട്ടിയപ്പോ എന്തുകൊണ്ട് എനിക്ക് ഈ വേദന വരുന്നു, എന്താണ് ഇതിന്റെയൊക്കെ പരിഹാരം എന്നുള്ള തിരിച്ചറിവ് കിട്ടിയപ്പോൾ ഒരുപാട് മരുന്ന് കുടിച്ചിട്ടും മാറാത്ത ബാക്ക് പെയിന് മാറി. അതുപോലെ 17 വർഷം ഷുഗറിന് മരുന്ന് കുടിക്കുന്ന വ്യക്തി ഉണ്ട്. ഈ EFT ഇമോഷൻ ഫ്രീഡം ടെക്നിക്കിന്റെ അതൊന്ന് കാട്ടിക്കൊടുത്ത് ഈ അവയർനെസ് കൊടുത്തപ്പോ ഷുഗർ കുറഞ്ഞു വരുന്നെന്ന് പറഞ്ഞു. ഭക്ഷണങ്ങളൊക്കെ കുറച്ച് മാറ്റി, ചോറൊക്കെ നന്നായി കഴിക്കുന്ന ഒരു വ്യക്തിയെ അതൊക്കെ കുറച്ച്. പക്ഷെ പഞ്ചസാരയൊക്കെ എന്നോ കുറച്ചിട്ടുണ്ട്. എന്നിട്ടും ഷുഗർ ഇങ്ങനെ കൂടി കൂടി വരിക. അതിനനുസരിച്ച് ഡോക്ടർമാർ മരുന്ന് ഇങ്ങനെ കൂട്ടി കൂട്ടി കൊടുക്കുക. എന്നിട്ട് കുടിച്ച് ശരീരം തളരുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയപ്പോഴാണ് ഞാനുമായിട്ട് കാണുന്നതും എന്നോട് കാര്യങ്ങൾ സംസാരിച്ചതും. ഇങ്ങനെ ഒരുപാട് ആളുകളിൽ മാറ്റം വരുത്താൻ സാധിച്ചിട്ടുണ്ട്. അതാണ് ഇമോഷൻ ഫ്രീഡം ടെക്നിക് എന്ന് പറയുന്നത്, EFT എന്നുള്ളത്. അപ്പോൾ ഇത് സമൂഹത്തിന് കിട്ടണം. ഒരുപാട് ആളുകളുടെ ലൈഫിൽ മാറ്റം വന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇത് 12 ദിവസത്തെ കോഴ്സിലൂടെ നമ്മൾ ഇത് കൊടുക്കുന്നത് ആളുകൾക്ക്. ഇത് ആളുകളിലേക്ക് എത്തിയിട്ട് ഇനിയുള്ള തലമുറയെങ്കിലും ഇങ്ങനെ എല്ലാത്തിനും മരുന്ന് കുടിക്കുന്ന അവസ്ഥയിൽ നിന്ന് മോചനം നേടണം. കാരണം നമ്മളെ വീട്ടിലുള്ള മക്കൾക്ക് എന്താ കാണിച്ചു കൊടുക്കുന്നത്? ശരിക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യമുള്ള ഒരു ലൈഫ് കാണിച്ചു കൊടുക്കുന്നതിന് പകരം ഇപ്പൊ ഞാൻ എൻ്റെ കുട്ടികളോട് പറയും, അവർക്ക് ജലദോഷമോ അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുമ്പോൾ, മക്കളെ നിങ്ങളെക്കാളും എത്ര വയസ്സ് കൂടുതൽ, 47 വയസ്സ് എനിക്കുണ്ട്, നിങ്ങൾ എന്തെങ്കിലും ഞാനൊരു പനിച്ച് കിടക്കുന്നതോ ഒരു തലവേദനയായി കിടക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം പറഞ്ഞിരിക്കണോ ഞാൻ കണ്ടിട്ടുണ്ടോ ചോദിക്കും. നിങ്ങളെ ഉള്ളിൽ തന്നെ ഉണ്ട് ഉപബോധ മനസ്സ്, അത് പ്രവർത്തിച്ചോളി അറിയും. ഇതിന്റെ ഈ ഭാഗം ഞാൻ വേറെ ക്ലാസ്സിൽ ഞങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഉറക്കുമായിട്ട് ബന്ധപ്പെട്ട് ഉപബോധ മനസ്സ് പറയുമ്പോഴേ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇത് ഈ മനസ്സിന്റെ വേറൊരു തലാണ് ഇപ്പൊ ഈ പറഞ്ഞത്. അപ്പൊ നമുക്ക് രോഗം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് ഞാൻ ആ ക്ലാസ്സിലൂടെ ഉപബോധ മനസ്സിന്റെ കഴിവുകളിലൂടെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഞാനൊക്കെ ഇത്രയും ഹെൽത്തി ആയിട്ട്, അൽഹംദുലില്ലാ, നമ്മുടെ ശരീരത്തിന് ഒരു വേദന ഇല്ലെങ്കിൽ നമ്മൾക്ക് നല്ല നല്ല ചിന്തകൾ ഉണ്ടാകുമ്പോൾ നമുക്കറിയാൻ കഴിയും നമ്മൾ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വല്ലാത്തൊരു സന്തോഷം ദൈവാനുഗ്രഹത്താൽ നമ്മുടെ മനസ്സിൽ ഫീൽ ചെയ്യും. ഇത് അനുഭവിച്ചിട്ടാണ് പറയുന്നത്.
എന്നിട്ടാണ് നമ്മളൊക്കെ വെറുതെ ഓരോ ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ വെറുതെ ടെൻഷനും ഡിപ്രഷനും ആയിട്ട് സ്വന്തം ശരീരത്തെ തകർത്ത് അവനാൻ ഇരിക്കുന്ന കൊമ്പ് വെട്ടിയാട്ടാ ജീവിക്കുന്നത്. ആരോഗ്യം ഇല്ലെങ്കിൽ പിന്നെ ആർക്കോ വേണ്ടി വരുമോ? അതുവരെ നല്ല സ്നേഹിച്ച് കൊണ്ടുവരുന്ന ഭർത്താവിന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് കാണുമ്പോൾ അദ്ദേഹത്തിന്റെ കോലം മാറും. എനിക്ക് എന്നും കൊണക്കടല്ലേ അറിയും. അത് മതി പിന്നെ നമുക്ക് ടെൻഷൻ ആവാൻ. ഇങ്ങനെ എന്തിനാ നമ്മൾ മറ്റുള്ളവരോട് അവനാന്റെ ആരോഗ്യം പണയപ്പെടുത്തിയിട്ട് ഈ രൂപത്തിൽ സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കുന്നത്? അപ്പൊ നമ്മുടെ ആരോഗ്യമാണ് വലുത് എന്നുള്ള ഒരു തിരിച്ചറിവാണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത്. എങ്കിൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ചെയ്യാനും ഉഷാറും ഒക്കെ ഉണ്ടാവുള്ളൂ. എത്രയോ ആളുകളുണ്ട് ഒരുപാട് മരുന്ന് കഴിച്ച് ആ അസുഖം മാറിയിട്ടുമില്ല, വേറെ ഒരുപാട് അസുഖങ്ങൾ വന്നിട്ടുണ്ട്. മരുന്നിനെ കുറ്റപ്പെടുത്തല്ല, മരുന്ന് ഈ 10% രോഗങ്ങൾക്ക് വേണം. പക്ഷെ നിസ്സാര പ്രശ്നങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞ മാതിരി കുറെ കാര്യങ്ങൾ നമ്മൾ കൺട്രോൾ ചെയ്താൽ നമ്മളെ ലൈഫിൽ വെള്ളം കുടിക്കുക, അതുപോലെ ഉറക്ക് 6-7 മണിക്കൂർ ഉറങ്ങുക, ഇങ്ങനത്തെയൊക്കെ കുറച്ച് കാര്യങ്ങൾ എക്സസൈസ് ചെയ്യുക, ഭക്ഷണം ശ്രദ്ധിക്കുക, ഇങ്ങനത്തൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് ആരോഗ്യം വീണ്ടെടുക്കാൻ പറ്റും. ഇതൊന്നും ശ്രദ്ധിക്കാതെ അതുപോലെ സ്ട്രെസ്സോ അങ്ങനത്തെ ടെൻഷനോ ഉണ്ടെങ്കിൽ ഇനി എന്തിനാണ് അതൊക്കെ ഞാൻ കൊണ്ട് നടക്കുന്നത്, ഇതൊക്കെ തന്നെയല്ലേ എൻ്റെ ശരീരത്തെ തകർക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് കൊടുത്തുകൊണ്ട് നമ്മുടെ ലൈഫിൽ മാറ്റം ഉണ്ടാവണം. ഞാൻ ഇനി രോഗിയാവൂല, ഞാൻ ആരോഗ്യവതിയാണ്, ഞാൻ സന്തോഷവതിയാണ് എന്നുള്ളൊരു തീരുമാനമെടുത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റിയാൽ നമ്മളെ ആരോഗ്യം നമ്മൾ ആർക്കും വിട്ടുകൊടുക്കില്ല. നമ്മൾ എല്ലാവരോടും സംസാരിക്കും, വീട്ടിലുള്ളവരോട് സംസാരിക്കും, നാട്ടുകാരോട് സംസാരിക്കും, പക്ഷെ സ്വന്തത്തോട് സംസാരിക്കാൻ പഠിച്ചിട്ടില്ല. അവിടുന്നാണ് നമുക്ക് മാറ്റം വരേണ്ടത്. നമ്മൾ നമ്മളോട് എപ്പോഴും ഞാൻ ആരോഗ്യവതിയാണ്, ഞാൻ സന്തോഷവതിയാണ്, എനിക്ക് ഒരുപാട് കഴിവുകളുണ്ട്, ഇനി വേണ്ടാത്ത കാര്യങ്ങൾക്ക് ടെൻഷൻ അടിച്ച് എൻ്റെ ജീവിതം തകർക്കുന്നതിന് പകരം എൻ്റെ ഉള്ളിൽ എന്ത് കഴിവുകളുണ്ട് അതിലേക്കാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്, എന്തെല്ലാം അറിവുകൾ എനിക്ക് നേടാനുണ്ട്, അതിലേക്ക് ഞാൻ ശ്രദ്ധ കൊടുത്തുകൊണ്ട് എൻ്റെ ജീവിതത്തെ ധന്യമായ സന്തോഷമുള്ള സമാധാനമുള്ള ഒരവസ്ഥയിലേക്ക് ഞാൻ നയിക്കും. എൻ്റെ ജീവിതത്തിൻ്റെ കടിഞ്ഞാൺ എൻ്റെ കയ്യിലാണ് എന്നുള്ള ഒരു ബോധമാണ് നമ്മളിൽ ഉണ്ടാവേണ്ടത്. അല്ലാതെ നിസ്സാര കാര്യങ്ങൾക്ക് ടെൻഷൻ അടിക്കുമ്പം അതിൻ്റെയൊക്കെ റിസൾട്ടാണ് ഇപ്പൊ പറഞ്ഞത്. നമ്മളെ ബോഡിയിൽ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും, അത് തന്നെയാണ് നമുക്ക് തിരിച്ചടിയാവുന്നത്. നമുക്ക് എല്ലാം പൈസ കൊടുത്ത് വാങ്ങാൻ കിട്ടും, പക്ഷെ ആരോഗ്യം അത് പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ അത് ആരോഗ്യം ഉണ്ടാവുകയല്ല, നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതിനാൽ നമ്മുടെ ആരോഗ്യം നമുക്ക് ഏറ്റവും വിലപ്പെട്ടതാണെന്ന് നമ്മൾ മനസ്സിലാക്കി സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം നയിക്കുന്നതിന് വേണ്ട അറിവുകൾ നേടി ഈ ലൈഫിൽ തന്നെ മരണം വരെ അന്തസ്സോടെ അഭിമാനത്തോടെ ഒരാളും നമ്മളെ കുറ്റപ്പെടുത്താത്ത രൂപത്തിൽ ജീവിക്കാൻ പഠിക്കുക. ഇങ്ങനെ ജീവിക്കുമ്പോൾ ഓരോ നിമിഷവും നമുക്ക് അനുഗ്രഹീതമായിട്ട് ഫീൽ ചെയ്യും. നമുക്ക് ഭയങ്കര സന്തോഷമുള്ള സമാധാനമുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയും. അതിന് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് മെഡിറ്റേഷൻ വെക്കാം കേട്ടോ. എന്നാൽ ഞാൻ ക്ലാസ് നിർത്തുകയാണ്. താങ്ക് യു. ക്ലാസ് എങ്ങനെയുണ്ട്? അടിപൊളി. അടിപൊളിയായോ? ഓക്കെ, അപ്പൊ എനിക്ക് വേറൊരു ക്ലാസ് ഉണ്ട്, അതുകൊണ്ടാട്ടോ ഞാൻ വേഗം നിർത്തുന്നത്. ഇനി നാളെ ഉണ്ടാവും, നാളെ ഉണ്ടാവും ഇതുപോലെ വേറൊരു വിഷയമായിട്ട്. ഓക്കെ, മനസ്സിൽ നല്ലൊരു സന്തോഷം. ഇനി ആ കോഴ്സ് ചെയ്യുന്നതിലൂടെ, ഇമോഷൻ ഫ്രീഡം ടെക്നിക്കിന്റെ ആ കോഴ്സ് ചെയ്യുന്നതിലൂടെ നല്ലൊരു അവസ്ഥയിലേക്ക് എത്തിപ്പെടും. അത് ചെയ്തവർ മുഴുവനും സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്. കാരണം നമ്മളെ അറിവില്ലായ്മകളാണ് നമ്മളെ ഈ രൂപത്തിലേക്ക് ആക്കുന്നത്. നമുക്ക് എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ഇതൊന്നും ആ സിലബസിൽ പെടുന്നില്ല. ഓക്കെ, അൽഹംദുലില്ലാഹ്. താങ്ക് യു.